വെൽക്കം ഗായ്സ് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിന്ന് രാവിലെ ആയില്ലല്ലോ, ഉച്ചയായി. സോറി, ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. യാസർ ഉണ്ടാവും, അപ്പോൾ അവനെ ഒന്ന് പോയി കാണണം. ബിക്കോസ് അവൻ ഡൽഹിയിലൊക്കെ പോയിട്ട് വിപ് മന്ത്രയിൽ പോയി ഫുൾ ഷോ ഒക്കെ കാണിച്ചിട്ട് വന്നേക്കാണ്. അപ്പം അവൻ്റെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പോയി ഒന്ന് തിരക്കിയിട്ട് വരാം. പിന്നെ എവിടെയാണ് പോകണമെന്ന് തീരുമാനിച്ചില്ല. എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം ഗൈസ്. ബിക്കോസ് ഹെൽത്ത് കുളമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഒന്ന് ഫുഡ് വ്ളോഗ് ചവിട്ടും. ഈ ഡെയിലി വ്ളോഗിൽ ഞാൻ പറയില്ല, ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കില്ല. പക്ഷേ അത് നമ്മൾ ആദ്യം ഒന്ന് ഹെൽത്ത് ശരിയാക്കിയിട്ട് വീണ്ടും നമ്മൾ ബാക്ക് ഇൻ ആക്ഷൻ ആവും ഗൈസ്. പക്ഷേ ഞാൻ പറയും, ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയില്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. എൻ്റെ കാര്യത്തിൻ്റെ തീരുമാനമാവും. അപ്പം എന്തായാലും നമുക്ക് ലാസ്റ്റ് ഞാൻ ബർഗർ കഴിക്കാൻ പോയപ്പോൾ തന്നെ നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് അനുഭവിച്ചു. കൊളസ്ട്രോളൊക്കെ ഇപ്പോൾ ഏത് കണ്ടീഷനിലാണെന്നുള്ളത് നമ്മളൊന്ന് നോക്കിയിട്ട് വി വിൽ കണ്ടിന്യൂ അവർ ഫുഡ് ജേണി. ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഫുഡ് എക്സ്പ്ലോറേഷൻ ഉണ്ടാവുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇപ്പോൾ പോയി ലഞ്ച് കഴിക്കാനുള്ള പ്ലാനാണ്. യാസറിനെയും പോയി കണ്ടിട്ട് കുറച്ച് നേരം ചിറ്റായിട്ട് വരാം. ബൈ ഗൈസ്, കാണാം. ഗൈസ്, നമ്മൾ കൊക്കോട്രിയിൽ വന്നിരിക്കുകയാണ്. ഇത് മറ്റേ എപ്പോഴും പോകുന്ന കൊക്കോട്രി അല്ല, നമ്മുടെ MG റോഡ് കൊക്കോട്രി. ആഫ്റ്റർ സോ ലോങ് ഈ ഓജി കൊക്കോട്രി ഇതല്ല. ഓജി കൊക്കോട്രി ഈ സൈഡിൽ ഈ ഭാഗമൊന്നും ഇല്ല. ഈ രണ്ട് ഇതേപോലത്തെ ബൂത്ത് മാത്രമേ ഉള്ളൂ. ഓർമ്മയുണ്ടോ? അതെ ഓർമ്മ. പിന്നെ അവിടെ പോസ്റ്റ്-ഇറ്റ്സ് ഒട്ടിക്കാൻ പറ്റുമായിരുന്നു. ശരിയാണ്, അതെനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ. പണ്ട് ഇവിടെ അതിനുവേണ്ടി ഇടി നടക്കുമായിരുന്നു ആൾക്കാർ. മഞ്ഞ പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിക്കില്ല, ആ പരിപാടി. മറ്റേ പോസ്റ്റ്-ഇറ്റ് സാധനമൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഫോൺ നമ്പറൊക്കെ എഴുതി ഒട്ടിക്ക് വയ്ക്കുമായിരുന്നു ഗൈസ്. പണ്ട് എൻ്റെ ഓർമ്മയെ ശരിയാണെങ്കിൽ ഞാൻ പണ്ട് ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചിയിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിങ്ങനെ കാണാം. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ബാക്ക് ദെൻ, സോ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം ഇവിടുത്തെ കൊച്ചിയിലെ തന്നെ ഐക്കോണിക് കഫേ ആയിട്ടുള്ള കൊക്കോട്രിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. പുതിയ മെനു ഒക്കെ എന്തൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. യാസറും കൂടെ വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കണം. ബൈ ഗൈസ്. വെൽക്കം മിസ്റ്റർ യാസർ, പ്ലീസ് ബി സീറ്റഡ്. അല്ല, സൂപ്പർ വീഡിയോ ആയിരുന്നു. മറ്റേ വെടിക്കെട്ടിന്റെ അതൊക്കെ ഏതിലെടുത്തത് വീഡിയോ അവൻ്റെ ഫ്രണ്ട്. ഓ, മറ്റേ DSLR-ലാണ്. ഓ, അതെ. നല്ല പഠിപ്പിച്ചു തരാമെന്ന് പറയാം. വർഷമായി അവൻ്റെ എഡിറ്റിംഗ് കിട്ടില്ലാണ് കേട്ടോ. ഞാൻ അവൻ്റെ ഗ്രേഡിങ് കളർ ഗ്രേഡിങ് അതെ, രണ്ടും നല്ലതാണ്. അവൻ്റെ എഡിറ്റിംഗ് സിമ്പിൾ ആണ്. അവനെ അറിയാം കട്ട്സ് ആണ്, പക്ഷേ എഡിറ്റ് ചെയ്യണമെന്നുള്ളത്. കളറ് ഭയങ്കര സിമ്പിൾ കട്ട്സ് ആണ് ഇവന്റെ. നീ എന്തോ ഒരു എഡിറ്റിംഗ് പേജ് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഓൾഡ് സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. കമ്പനി അത് എപ്പോൾ പണ്ടുണ്ടായിരുന്നാണോ ഇനി ഉണ്ടാക്കിയ അവൻ്റെ മറ്റേ എഡിറ്റിംഗ് സാധനം ഉണ്ട്. പക്ഷെ കൊള്ളാം. ആ റെട്രോ സ്റ്റൈലിൽ പിടിക്കാനല്ലേ സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ്. അത് വേറെ ലെവലാണ് ഗൈസ്. അതിൻ്റെ കാറിൻ്റെ സാധനമൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. പൊളിയാണ്. സീസർ സാലഡിൻ്റെ ഒരു മാമാങ്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. രണ്ട് സീസർ സാലഡ് നല്ല ഹെവി അല്ലേ? എവരെ ഫുൾ ടൈം സീസർ സാലഡല്ലേ കഴിക്കുന്നത്. എന്നിട്ടാണ് നമ്മളെ കുറ്റമാണ്. എൻ്റെ ശരിയായിട്ടില്ല. ഞാനും ഡൽഹി ഡൽഹിയിലല്ലേ പൊല്യൂഷൻ അടാ. ഇവിടത്തെ കുറച്ച് ആൾ കഴിയുമ്പോൾ നീ ശ്വാസം മുട്ടിച്ചാവും. അതാണ് പ്രശ്നം. ഞാൻ നിവിൻപോളിക്കാണ്. എവിടെ? ഡൽഹിയില്ല. എയർപോർട്ടിൽ ഫോട്ടോ ഒക്കെ എടുത്താ? ഇവിടെ കൊച്ചിയിലാണ്. ഇവ എങ്ങനെയാണോ സെലിബ്രിറ്റികളെ കാണുന്നത് കേട്ടാ. എവിടെയെങ്കിലൊക്കെ വെച്ച് ആരെങ്കിലൊക്കെ അവൻ കാണും. സെലിബ്രിറ്റി യോഗമാണ്. വന്നാ ഒരു 3:30 വരൂ. എനിക്കിഷ്ടം. ഇഷ്ടമാണ്. പോയാലോ? സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ആൽമണ്ട് കോഫി ക്രംബിൾ. നല്ല ഫോട്ടോ കിട്ടി. നല്ല രസം. കാണിച്ചേ. സർവം മായ. നമ്മള് നെയ്ബർ നമ്മൾ സെയിം അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നതാണ്. ഈ ഫ്ലാറ്റ് അല്ല, വേറെ സ്കൈലൈൻ്റെ ഫ്ലാറ്റിൽ. പുള്ളിക്ക് അവിടെ ഫ്ലാറ്റൊക്കെ ഉണ്ട്. ഓ, അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് വരാം ഗൈസ്. നീ എന്ന് പോണം? ഇന്ന് പോണോ? തിരിച്ചാ? എന്തിനാണ് ഈ ജീവിതോടാ? ഫാസ്റ്റ് ലൈഫാണ് കേട്ടോ. ഇതാണ് ലിവിങ് ഇൻ ദ ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ശരിയാണ് ഗൈസ്. കോടികളുടെ ബിസിനസ്. എന്റെ അമ്മോ, എക്സ്പെൻസീവ് പഫ്സ് ദുബായ്. അവന്റെ ബിസ്ക്കറ്റ് പഫ് ഉണ്ട് ഗൈസ്. ഭയങ്കര കിടിലോന്നാണ്. അവിടെ കൊച്ചി കിട്ടില്ല. ഇവിടെ ഒരു ബിസ്ക്കറ്റ് പഫ് വീഡിയോ ഉണ്ടാവും. നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം ബിസ്ക്കറ്റ് പഫ് കഴിക്കാൻ പോകാം. കൊച്ചിയിൽ കിട്ടുന്ന ആൾ കൂടെ ഉള്ള ഒരേ ഒരു പഫ്. നിന്റെ ബിസ്ക്കറ്റിന് അത്ര എത്തൂല. എന്നാലും അതെന്താണെന്ന് എനിക്ക് അറിയാം. ഞാൻ പോയി കഴിക്കാം ഗൈസ്.
ഇവിടുത്തെ ബിസ്ക്കറ്റ് വന്ന ദിവസം സനിയെടുത്ത് പറയണ് ഇവിടെ ഓർഡർ ചെയ്തു. പോവാൻ കഴിച്ച് പോയി കഴിച്ചു നോക്കാം. ഇത് കുറച്ച് ഓവർ വെന്തു പോയോ എന്നൊരു സംശയം. അത് കുഴപ്പമില്ല, ഭയങ്കര വിഷയമില്ല. തോന്നിയില്ലേ? ഭയങ്കര സോഫ്റ്റ് അല്ലേ? നൂഡിൽ വെന്ത് പോയില്ലേ? എന്താ പക്ഷെ കൊള്ളാം. അയ്യോ ചിക്കനൊക്കെ ഒരുമാതിരി സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായി. മറ്റേ ചിക്കൻ കുറച്ചിട്ട് ഇവിടെ സെറ്റാണ്. റിവെഞ്ച് ഫോർ യെസ്റ്റർഡേ ആ വ്ളോഗ് എന്ന് വരും. ഇന്നലെ ഓർഡർ പോയില്ലേ? മടുക്കുന്നില്ല. ഓ ഇത് പക്ഷേ നൂഡിൽസ് ആയി. കൊള്ളാം. ഇവരെ നൂഡിൽസ് ആക്കി ഗൈസ്. മര്യാദയ്ക്ക് കൊണ്ടുവരുന്നത് അവർ നല്ലപോലെ ഉണ്ടാക്കി. ഇതിൽ ഒലിവൊക്കെ ഉണ്ട്. ഇവരുടെ പ്രിപ്പറേഷൻ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ഇവൻ കണ്ട ചിക്കനൊക്കെ കണ്ട ഇവരെ ചിക്കനും മറ്റേ ചിക്കൻ്റെ ഇതിലല്ല. അവിടെ കുറച്ചുകൂടെ ഉണ്ട സെറ്റപ്പ്. ഇത് കണ്ട ഇങ്ങനത്തെ ചിക്കൻ. അവരുടെ പെർഫെക്റ്റ് കുക്ക് അവൻ. ഭയങ്കര ജ്യൂസി. ഇത് കുക്ക്ഡ് സാധാ. അവിടെ ഒരു ഡിഫറെന്റ് സ്റ്റൈലിലാണ് ചിക്കൻ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ആദ്യം പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിൽ ഗാർലിക് ചെയ്യുന്നുണ്ടാവും. ദിസ് ഇസ് നോർമൽ. വേണം. നമ്മൾ ഓൾറെഡി ഹെൽത്തി സാധനം പറഞ്ഞു കഴിക്കാം. എൻ്റെ സാലഡ് വരട്ടെ. ഇതെൻ്റെ ഇതാണ് ഓർഡർ ചെയ്ത പൈനാപ്പിൾ ആൻഡ് എന്തോ സ്ട്രോബെറി മോക്ടെയിൽ. മൊത്തം കലക്കിയിട്ടാണ് കുടിക്കാനുള്ളത്. ഒരു അലി ഒലി ഒക്കെ ഇട്ടിട്ടാണ്. ഓ ഇതെന്തോ ലെയർ ഓഫ് ഒന്ന് മിക്സ് ചെയ്യട്ടെ. നന്നായി അടിക്കുന്നുണ്ടല്ലോ. ജോലിയിലോടാ നീ എനിക്ക് B60 സർബത്ത് കട 2500 രൂപ. എൻ്റെ ഈ ഒരു സർബത്തടിക്ക് 2500 രൂപ. വ്ളോഗറാന്ന് പറഞ്ഞിട്ട് 5000 തരാം. 5000 തരണം. അതാണ് അതെന്തോ R35 ഓണറിന്റെ മാസ്. ആർട്ടിച്ചോക്ക്. ഇത് ഇത്രയായിട്ട് കഴിച്ചതല്ലാതെ പറയാൻ പഠിച്ചിട്ടില്ല. ഒന്നുകൂടെ പറ. ആർട്ടിച്ചോക്ക്. ആർട്ടിക്കില്ലടാ ആർട്ടിച്ചോക്ക്. ആർട്ടിച്ചോക്ക് എന്നാണ് ഞാൻ കേട്ടത്. ഒരാൾ പറയുന്നത്, ഒരു പെണ്ണ് പറയുന്നത് അവരുടെ നാട്ടില് ഇത് കുറച്ചുകൂടി ഫ്രഷ് ആണല്ലോ. ക്രീം കുറവാണ്. ഇവന്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാടാ ടെക്സ്ചർ അവിടത്തെ. അല്ല കുറച്ചുകൂടെ ചീസ് പോലെ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സാലഡ് മിക്സ് ചെയ്ത് അടിക്കാന്നുള്ള പ്ലാനിലാണ്. ഏത് ഇവിടെ എവിടെ ആർട്ടിച്ചോക്ക്? എനിക്ക് ആർട്ടിച്ചോക്ക് ഇട്ടില്ലേ, കാണാൻ പോലും ഇല്ലല്ലോ. ഓ ഇതാണ് ഇവിടെ പിക്കിളില്ല. അവിടെ ഇങ്ങനെയല്ല. അവിടെ കുറച്ച് ഫ്രഷ്. ഒരു ബ്രാൻഡിന്റെ രണ്ട് ടേസ്റ്റ്. അതെ, അവിടുത്തെ ടേസ്റ്റ് മടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് പുതിയൊരു ടേസ്റ്റ്. ഇത് സാധനം കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഇല്ലാന്നല്ല. ലുക്കൊക്കെ സെയിം. ബട്ട് വെൻ യു ആർ അഡിക്റ്റഡ് ടു ദി അതർ സ്റ്റഫ്. അല്ല, അവിടുത്തെ പ്രസന്റേഷൻ കിടിലാണ്. അതായത് ഇങ്ങനെ വെച്ചിട്ട് സ്ട്രിപ്സ് ഇങ്ങനെ വെച്ച് അങ്ങനെ നിരത്തി വെച്ചേക്കും. സെറ്റാണ്, അടിപൊളി പ്രസന്റേഷനാണ്. അപ്പോൾ ഗൈസ് ഞാൻ കഴിച്ചിട്ട് വരാം. പിന്നെ കൊക്കോട്രി വന്നു കഴിഞ്ഞാൽ ഗൈസ് ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കഴിക്കണം. ചിക്കൻ മിനി പൈ, സീ ഫുഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രൂട്ട് ചാട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഡ്രസ് ലച്ചസ് നല്ലതാണ് ഗൈസ്. ട്രൈ ഓൾ ദീസ് തിങ്സ്. എന്തായാലും ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. അടുത്ത് കഫിക്കാൻ വരാമെന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താണ് പരിപാടി എന്നുള്ളത് ഞാൻ ചെന്നിട്ട് പറയാം ഗൈസ്. ബൈ ഗൈസ്. നമ്മൾ കഫിക്കാനെ വന്നിരിക്കുകയാണ്. ഒരു ചെറിയ പരിപാടിയുണ്ട്. അത് നടക്കുമെങ്കിൽ ഞാൻ അത് കാണിക്കാം, ഇല്ലെങ്കിൽ മിക്കവാറും ചെറിയൊരു പിക്ചർ സെറ്റാക്കാൻ നോക്കാം. ഗൈസ് നമ്മളിവിടെ കഫിക്കാനെ വന്നപ്പോൾ ഇവിടെ ഷെയ്ൻ പോഡ്കാസ്റ്റ് ഷൂട്ട് ആണ്. നമ്മൾ കാണിക്കുന്നില്ല. നമുക്ക് പക്ഷേ ഭീകരനെ കിട്ടി, ഒരു സെലിബ്രിറ്റിയെങ്കിലും കിട്ടി. മിസ്റ്റർ ഭീകരൻ, വെൽക്കം ടു മൈ വ്ളോഗ്. എന്തിനില്ലല്ലോ, നിങ്ങളാണ് മെയിൻ ആള്. തമ്മിലായി അവ സെറ്റ്. ഇതൊരു ഫോട്ടോ എടുക്കാം ഗൈസ്. ഞാനൊരു സെൽഫി എടുത്തിട്ട് വരാം ഗൈസ്. ഇവരെ രണ്ടുപേരുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ. നമ്മളാണ് ഇപ്പോൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എല്ലാം അറിയുന്നവൻ ഞാൻ. സോറി ഗൈസ്, ഞാൻ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്. അപ്പുറത്ത് ഷെയ്ൻ പോഡ്കാസ്റ്റ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ വളരെ സ്ലോ ആയി. അല്ലെങ്കിൽ എൻ്റെ ജനറൽ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നല്ല ഉറച്ച് സംസാരിക്കേണ്ടതാണ്. ഇതൊന്നും ലഞ്ച് കഴിഞ്ഞില്ലേ? ബ്രേക്ക്ഫാസ്റ്റോ? ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ദിൽഖുഷ്. ഇവിടെ ഹെൽത്തി ഐറ്റം കഴിക്കുന്ന ഭീകരൻ പൊളിയാണ് ഗൈസ്. ഭീകരൻ അറിഞ്ഞൂടെങ്കിൽ കൊറോണ സമയത്ത് എല്ലാവരെയും വീട്ടിലിരുത്തി പണിയെടുപ്പിച്ച കശ്മീരിൽ എന്തോ നിൽക്കുന്നു. ഇപ്പോഴും ഇത് തന്നെ പണി, എല്ലാവരെയും കഷ്ടപ്പെടുത്തുക. എന്നിട്ട് പുള്ളി ഇരുന്നാണ് അതാ ഹുമൂസും മീറ്റും കഴിക്കുന്നു ഗൈസ്. ചിയേഴ്സ്. അപ്പോൾ ഇന്നവൻ ദുബായിക്ക് തിരിച്ചു പോവാണ് ഗൈസ്. ഇനിയിപ്പം അല്ല ഇത് ഗൈസ്, ഇത് യുസുവാണ്, വിസ്കി ഒന്നും അല്ല. ഇത് വളരെ ഡീസൻ്റ് ആണ്. നമ്മളിങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇത് നോൺ ആൽക്കഹോൾ ഒന്നുമില്ല. ഇതൊരു മുന്തിയതും ഇല്ല ഗൈസ്. ഇത് നമ്മുടെ കഫിക്കാനെ കിട്ടുന്ന ഒരു പാനീയമാണ്. അതെ, നമ്മുടെ ഇവിടെ നോൺ ആൽക്കഹോളിക് ബെവറേജസ് ഒള്ളി. അപ്പൊ ശരിടാ, സേഫ് ജേണി. അതെ, കുടിച്ചതിന് ശേഷം പറഞ്ഞു വിടാം. അതാണ് തൽക്കാലത്തേക്ക് അവൻ കുടിക്കട്ടെ. കൊള്ളാം. അങ്ങനെ ഗൈസ് പോവുകയാണ്. ഡൽഹിയൊക്കെ കത്തിച്ചിട്ട് ഓക്കെടാ, സെറ്റ്. നമുക്ക് കാണാം, അടുത്ത യാത്രയ്ക്ക് കാണാം. ബൈ. ഇത് പൊട്ടിച്ചത്
അങ്ങനെ ഗൈസ് യാസർ പോയിരിക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നു. എനിക്ക് ഇന്നലത്തെ വ്ളോഗ് ഞാൻ പാതി എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം അത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെൽക്കം വെൽക്കം വെൽക്കം. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലത്തെ. ഓഫ് കുറേ ഉണ്ടേ അത് കട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ ഗൈസ്. ഇന്നലത്തെ വ്ളോഗ് ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ല, രാത്രിയായി. പുതിയ വ്ളോഗ് ഷൂട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്, ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്യട്ടെ. ഇത് ഇന്നത്തെ വ്ളോഗ് ലേറ്റായി ഗൈസ് ചെയ്യാനായിട്ട്. അതാണ് ഇന്ന് രാത്രിയായിരിക്കും ഇന്നലത്തെ വ്ളോഗ് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് ലേറ്റായിട്ടായിരിക്കും കാണുന്നത്. ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ആയുള്ളൂ. ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. ജസ്റ്റ് ഈ വ്ളോഗ് നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സമയം 7:30 കാണത്തുള്ളൂ. അതെ, സൗണ്ട് കേൾക്കാത്ത ഫോണായിരിക്കില്ലേ. ഈ വ്ളോഗ് നിങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഇന്നലെ കണ്ടത്. ഞാനത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ ഗൈസ്. ബിക്കോസ് നമ്മൾ പുറത്തായിരുന്നു. ചില ദിവസങ്ങൾ ഇങ്ങനെ ബിസി ആയിരിക്കും. കുറച്ച് കണ്ടന്റ് എന്തായാലും എടുക്കാൻ കാണും. അവരൊക്കെ വന്നിട്ടുണ്ട്, കാർത്തിക്. അപ്പോൾ ഇന്നത്തത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഡിസ്ട്രിക്ട് 7 പോവുകയാണ്. സോ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റും. അങ്ങനെ ഗൈസ് നമ്മൾ ഡിസ്ട്രിക്ട് 7 പോവുകയാണ്. അവിടെ വിക്കി തഗ് വരും എന്ന് ഒരു ന്യൂസ് കേട്ടു. അപ്പോൾ പുള്ളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നേവരെ. സോ പുള്ളി പോയി കണ്ടൊരു ഹായ് പറയാം നമ്മളെ വ്ളോഗിന് വേണ്ടി. ഷാസ്, കാർത്തി എല്ലാവരും ഉണ്ട് ഗൈസ് കൂടെ. അപ്പം വിക്കിയും കണ്ട് നമുക്ക് ഇന്നത്തേക്കുള്ള പരിപാടികൾ സ്റ്റോപ്പ് ആക്കാം. ഓക്കെ ഗൈസ്, എല്ലാവരും ഡിസ്ട്രിക്ട് 7 പോകാൻ റെഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുകയാണ് വീണ്ടും. ഇതെന്താണ് ആള് മാറിപ്പോയോ? തിരിച്ചറിയാൻ എനിക്ക് അറിഞ്ഞൂടാ. അത് തന്നെ പറഞ്ഞാൽ മതി. ഒഹായോ ഗോസൈമാസ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. വിക്കി തഗിനെ കാണാൻ വേണ്ടി പോവാണ്. ബെസ്റ്റ്. എന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞൂടെ? പിന്നെ ഹംബിളിനെയും വൈഫിനെയും എല്ലാരും ഉണ്ടാ? മൈ ഗോഡ്, ഇന്ന് വലിയ സംഘമാണല്ലോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഡിസ്ട്രിക്ട് 7 എത്തിയിട്ട് കാണാം. ഞാനും ഇതുവരെയായിട്ട് വിക്കി തഗിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത് ഗൈസ്. കേരള ജനക്കൂട്ടം മൊത്തം പോകുന്നുണ്ട് കാണാനായിട്ട്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഡിസ്ട്രിക്ട് 7 എത്തിയിരിക്കുകയാണ്. വിക്കി തഗിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. കുറെ നാളായി ഡിസ്ട്രിക്ട് 7 വന്നിട്ട്. സോ ആഫ്റ്റർ സം ടൈം വി ആർ ബാക്ക് ടു അവർ ഫേവറേറ്റ് പ്ലേസ്. നോക്കട്ടെ തിരക്കുണ്ടോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഗൈസ് നമ്മൾ ഓൺകോറിൽ എത്തിയിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം അവിടെ ഇരിക്കുക. അമ്മേ, വിക്കി തഗ് വരുമോ? കേരളക്കരയുടെ രോമാഞ്ചമായ വിക്കി തഗ് വരുന്നുണ്ടോ? കേരള ജനക്കൂട്ടം നീ കണ്ടിട്ടുണ്ടോ? കാണാറില്ലേ വിക്കി തഗ്? ഞാൻ കാണാറുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. നമ്മളെ ഒരു ശൈലിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ട്രിവാൻഡ്രം, കൊല്ലം. പക്ഷെ പുള്ളി ആലപ്പുഴയാണല്ലേ വിക്കി തഗ്? ആലപ്പുഴയാണ്. പക്ഷെ പുള്ളിയുടെ സംസാരമൊക്കെ ഒരു ട്രിവാൻഡ്രം സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അനീഷിൽ ഉണ്ടാ? അതറിയാണോ, നമുക്ക് മെനു കാണാൻ പാടാണ്. സെറ്റാക്കിയ വീണ്ടും ഗ്യാസൊക്കെ വന്നാ? ഇല്ലേ? ആ ഡിഷൊക്കെ അപ്പം കുറെ സാധനങ്ങളൊന്നും ഇല്ല അപ്പം. ഓക്കെ ഗൈസ്, നമ്മൾ നോക്കട്ടെ. നമ്മളെ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. ഫോണൊക്കെ വാങ്ങിച്ചാ? വെരി ഗുഡ്, നല്ല കാര്യം. അപ്പോൾ ശരി ഗൈസ്, നമ്മളൊന്ന് ഓർഡർ ആക്കിയിട്ട് വരാം. ബൈ. ഫസ്റ്റ് സെലിബ്രിറ്റി നീ തന്നെ. സെക്കൻഡ് സെലിബ്രിറ്റി വൈഫ്. സെലിബ്രിറ്റി എഡിറ്റർ ജോബി. സെലിബ്രിറ്റി ബഡ്ഡി, മറ്റേ സന്തത സഹചാരി. സെലിബ്രിറ്റി ഫ്രണ്ട്. സെലിബ്രിറ്റി സലിബ്രോയുടെ സഹോദരൻ. എല്ലാ സെലിബ്രിറ്റികളിലെയും കൺട്രോൾ ചെയ്യുന്നവൻ ഞാൻ. ഇത് ആ വാക്ക് ഉച്ചരിക്കല്ലെന്ന് ഞാൻ കണ്ടുണ്ട്. വൃത്തികെട്ടവൻ എന്നെ കുറെ ഒരു നീ കണ്ടമാരി നീ എന്നെ അച്ചാന്ന് വിളിച്ചോണ്ട് നടക്കണ കേൾക്കേണ്ടി വരും. വിളിക്കൂ. അല്ല, അതും കൂടെ ഇനി കേൾക്കാൻ ബാക്കിയുള്ളൂ. റോഡിൽ കൂടെ പോകുമ്പോ അച്ചാന്ന് വിളി. അങ്ങനെയൊന്നും വിളിക്കരുത്, ചീത്തയാണ്. എന്തോന്നു നീ അങ്ങനെ പറയുമ്പോ സത്യം പറഞ്ഞാൽ നിന്നെ അനുസരണ ഇല്ലാത്ത ഒരു ക്രൗഡാണ്. നിന്നെ ഒരു അനുസരണയില്ല. അത് പറഞ്ഞിട്ട് എനിക്ക് ഇരട്ടി പണിയാവും. വേണ്ട കേസ്, നീ ഒന്നും പറയണ്ട, നീ ഒന്നും മിണ്ടരുത്. അപ്പൊ ശരി കേസ്, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം. Hi bro. Hi. Thank you so much for coming into my vlog. Big fan. അവിടെ വേറെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. യെസ്, കം ഓൺ, ലെറ്റ്സ് ഗോ. ഒരു ബ്രോയുടെ കൂടെ വന്നാലല്ലേ അല്ലേ? നമ്മൾ ജസ്റ്റ് വിക്കി ബ്രോ ആയിട്ട് നമ്മൾ ചില്ല് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പുള്ളി നല്ല അടിപൊളി വൈബാണ് ഗൈസ്. ഞാൻ കാണാറുണ്ട് പുള്ളിയുടെ വീഡിയോസ്.
ആൻഡ് ഫുഡ് ഓർഡർ ചെയ്ത കേസ് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് അത് കഴിഞ്ഞ് വരാം എല്ലില്ലാത്ത കൊറിയൻ ചിക്കൻ അത് ക്ലിങ്ങി ചിക്കൻ ബ്രോ കഴിച്ചിട്ട് അഭിപ്രായം പറയും അന്നല്ല എന്നൊക്കെ ഉണ്ട് കാണാനല്ലോ അയ്യോ ഇതെന്തോ ഞാൻ കണ്ടില്ലല്ലോ താങ്ക് യു ഗൈസ് എനിക്ക് വയ്യ താങ്ക് യു ഞാനിത് പ്രതീക്ഷിച്ചില്ല ഇത് ഞാൻ പ്ലാൻ ചെയ്തതല്ല ആൾക്കാർ ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ ഒരു വർഷമായിരുന്നു ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് താങ്ക്സ് ഗൈസ് സ്പൂൺ വെച്ചറിയാം കുഴപ്പമില്ല ഇത് മതി ഗൈസ് താങ്ക് യു ഡിസ്ട്രിക്ട് 7 താങ്ക് യു അനീഷ് ബ്രോ താങ്ക് യു സോ മച്ച് സത്യം കേട്ടാ വീണ്ടും ഒരു കേക്ക് കേസ് രക്ഷയില്ല വേറെ ലെവൽ ഗൈസ് ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ സൂപ്പർ സാധനം അടിപൊളി കേക്ക് അങ്ങനെ ഗൈസ് ബെലേറ്റഡ് ബർത്ത്ഡേ ഇത് ഞാൻ പ്ലാൻ ചെയ്തതല്ല ഗൈസ് ഞാൻ പോലും അറിയാതെ ഈ ബർത്ത്ഡേ സംഭവിക്കുന്നതാണ് ഇന്നലെ ഞാൻ ഒരു ഗിഫ്റ്റിന്റെ ഇട്ടപ്പോഴും ആൾക്കാർ ചോദിക്കും നിർത്താറായില്ലേ എന്റെ ഒരു വിധി ഓക്കെ ഗൈസ് ഞാനും എന്തെങ്കിലും കഴിക്കട്ടെ ബൈ ഓ ചീസ് കേക്ക് വീട്ടിലുണ്ട് കൊള്ളത്തില്ലെങ്കിൽ കഴിക്കണ്ട കണ്ടു റിട്ടേൺ നോക്കിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ നീയും കഴിച്ചിട്ട് നിന്റെ അവന്റെ എക്സ്പ്രഷൻ കഴിച്ചോ എന്താ ലോട്ടസ് ചീസ് കേക്കിന്റെ ടേസ്റ്റ് ബ്രോ എന്റെ ബർത്ത്ഡേ ആണ് ബ്രോ ഇന്നൊരു ദിവസത്തേക്ക് കുഴപ്പമില്ല ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് കഴിച്ചാൽ മതി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഓ കേട്ടാ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു കേട്ടാ ആണോ ശേ ഇതൊക്കെ ഞാൻ ഇൻസ്പയർ ആവേണ്ടിയിരിക്കുന്നു ക്രിയേറ്റർമാരെല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും ഇഷ്ടപ്പെട്ടില്ലേ സത്യം അത് ശരിയാട്ടാ ഒന്നുകിൽ രുചി ഇല്ലെങ്കിൽ ഹെൽത്ത് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം തൽക്കാലം നമ്മൾ രുചി നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കിത്തക്കിന്റെ വീഡിയോയിലേക്ക് നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കിത്തക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് പവർഡ് ബൈ റെനാവിൻ നീ ഡയറക്റ്റ് ദുബായ് ഇങ്ങോട്ടാണോ ഓ എനിക്ക് വയ്യ നമ്മള് വ്ളോഗൊക്കെ തുടങ്ങി വെൽക്കം ബ്രോ പൂജാപ്പെട്ടി ഹൗ ആർ യു ദുബായിൽ എങ്ങനെയുണ്ട് സിറ്റുവേഷൻ ഹമ്പിള ഇതായിരുന്നു മനസ്സിലായ ഇതാ അപ്പൊ പെട്ടി ഭയങ്കര കൺഫ്യൂഷൻ ഇതാണ് യമനി ചിക്കൻ കാർബ് കട്ട് ഓ ഇൻഫ്ലുവൻസർ ലൈഫ് ഭയങ്കര ഫിറ്റ്നസ് കോൺഷ്യസ് ആണ് കേസ് എല്ലാവരും ഞാനും തുടങ്ങാൻ പോകുന്നു അല്ല ഒന്നുമില്ല ഞാൻ നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ല എനിക്കറിയാം എന്താണ് അതിൽ നിന്ന് റിപ്ലൈ വരാൻ പോണേന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ് അതാണ് എനിക്ക് നല്ലത് അങ്ങനെ ഗൈസ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുകയാണ് ബൈ ഗൈസ്.